ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ യൂഷ്വലി ചെയ്യാറുള്ള ഒരു 2-3 പ്രൊഡക്ട്സ് വെച്ചിട്ട് ഞാൻ യൂഷ്വലി ചെയ്യാറുള്ള ഒരു മേക്കപ്പ്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഞാൻ ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനാവുന്നില്ല കേട്ടോ. ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് കുറേ ലെയേഴ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ എൻ്റെ ഫേസിൽ വന്നിരിക്കണ പോലെയൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാത്ത കൊണ്ടൊക്കെ ആയിരിക്കാം കുറേ കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ എന്തൊക്കെയോ പോലെ ആകാറുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സിൽ നിന്നൊക്കെ ഞാൻ സോർട്ട് ചെയ്ത് എനിക്ക് ഇത് ഓക്കെയാണ് എന്ന് തോന്നിയ 2-3 ഐറ്റംസ് വെച്ചിട്ട് ഞാൻ സ്ഥിരം അത് തന്നെയാണ് ഞാൻ ചെയ്യാറ്. സോ അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മുടെ സ്കിൻ നമ്മൾ അടിപൊളിയാക്കി വെക്കുക. മീൻസ് ക്ലെൻസ് ചെയ്യുക, സ്ക്രബ് ചെയ്യാം, ഫേഷ്യൽ ലെയേഴ്സൊക്കെ റിമൂവ് ചെയ്യാം. പിന്നെ എനിക്ക് ആണെങ്കിൽ നോസിൽ ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ വരുന്ന ആളാണ്. സോ അതൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളയും. ബേസ് നല്ല സെറ്റാക്കി വെക്കുക. ബേസിൽ നിന്നാണ് നമ്മുടെ എല്ലാം തുടങ്ങുന്നത്. ബേസ് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് നമ്മുടെ ഫേസൊക്കെ ഇരിക്കണം. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അത് ശ്രദ്ധിക്കാം മെയിനായിട്ട്. അപ്പം ഞാൻ എൻ്റെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, മുടി വെറുതെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ മേക്കപ്പ് നമുക്ക് തുടങ്ങാം. ഇപ്പം ഞാൻ ഫേസിൽ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ ഒരു ഐസ് ക്യൂബ് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു. പ്രൈമറും കാര്യങ്ങളൊന്നും ഞാൻ ഇടുന്നില്ല. ഞാൻ സെബാമെഡിൻ്റെ ഈ ഒരു ബേബീസിൻ്റെ ക്രീമില്ലേ അത് ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനും ഇട്ടിട്ടുണ്ട്. ഇത്രയും ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ മേക്കപ്പ് തുടങ്ങാം. എനിക്കാണെന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്ക് ചുണ്ടിൽ ഇങ്ങനെ ഒരു കുരു ഡ്രൈ ആയിട്ടായിരിക്കണം ഇതേ ഇങ്ങനൊരു കറുത്ത ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കവർ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. ഞാൻ എന്തൊക്കെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ലാസ്റ്റ് ഫൈനൽ ഇവിടെ തന്നെ എത്തും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഫേസിലേക്ക് അത് ഇട്ട് കൊടുക്കാം. ഫൗണ്ടേഷൻ ഫിറ്റ്മിയുടെ, ഇതറിയാത്ത ആരും ഉണ്ടാവില്ല. ഫിറ്റ്മിൻ്റെ എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 310 ആണ്. ഓക്കെ, നമുക്കത് ഇട്ട് കൊടുക്കാം. ഇവിടെയാണ് വെട്ടം, ഹാളിലാണ് വെട്ടം. അപ്പോൾ അത് കാരണം ഞാൻ ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. റൂമിൽ വെട്ടില്ല. സോ അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് AC ഇടായിരുന്നു. അപ്പം എനിക്ക് ഈ സ്വെറ്റ് വരുന്നത് എനിക്ക് അവോയ്ഡ് ചെയ്യായിരുന്നു. സോ നമുക്കിത് ആദ്യം ഇടാം. ഞാനിങ്ങനെ ഡോട്ടായിട്ട് ഇങ്ങനെ ഫേസിലൊക്കെ ഇട്ട് കൊടുക്കും. അത് വെച്ച് തന്നെ അവനിങ്ങനെ കണ്ണിൻ്റെ മേളിലൊക്കെ ഇടും. വേറെ ഒന്നും അങ്ങനെ ഇടാറില്ല. സെയിം തന്നെ നമ്മൾ നെക്കിലും ചെയ്യണം. നമ്മൾ എന്തൊക്കെ ഫേസിൽ ചെയ്യുന്നോ അതൊക്കെ നെക്കിലും ചെയ്യണം. ഇനി ബ്ലെൻഡറോ ഒന്നും ഞാൻ യൂസ് ആക്കില്ല. ഞാൻ എൻ്റെ ഫിംഗേഴ്സ് വെച്ച് തന്നെ ഞാൻ അപ്ലൈ ആക്കുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ആക്കിയിട്ടുണ്ട്. ആ ഫ്ലോലെസ് ഉണ്ടാ ശരിക്കും നമ്മൾ ബേസ് കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് ആ ഒരു ഫ്ലോയി ഫീലിംഗ് കിട്ടുള്ളൂ. സോ അപ്പോൾ ഞാൻ ഇതിൻ്റെ പൊക്കത്തിൽ ഞാൻ ഇനി പൗഡറും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. കാരണം എനിക്കിങ്ങനെ ഓയിലി ആയിട്ടിരിക്കണം ഇഷ്ടം. അപ്പോൾ പൗഡർ വരുമ്പോഴത്തേക്കും ഒരു മാറ്റ് ഫിനിഷ് കിട്ടും. അതെനിക്കിഷ്ടമല്ല. സോ ഞാൻ ഇങ്ങനെ തന്നെ വെച്ചങ്ങോട് നിർത്തും. ഇനി ഞാൻ ചെയ്യാറ് ഇതെൻ്റെ മുമ്പുള്ളൊരു മസ്കാരൻ്റെ സംഭവം ഉണ്ടാ, അത് ഞാൻ എടുത്ത് വെച്ചാൽ ഞാൻ ഇതൊന്നും വരയ്ക്കൂല. ജസ്റ്റ് പിരിക്കും ഞാനിങ്ങനെ ഈ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കും. അപ്പം തന്നെ മതി. വേറെ ഒന്നും ഞാൻ അങ്ങനെ വരയ്ക്കാറില്ല. വരച്ചതിനെ കുറിച്ച് ഭയങ്കര ഓവറായിട്ട് എനിക്ക് ഫീലാക്കും. എനിക്കിങ്ങനെ ഓവറായി ഇഷ്ടമല്ല. സോ അപ്പം അതും ഞാനിങ്ങനെയാണ് സെറ്റ് ചെയ്യാറ്. ഇനി ഐലൈനർ ഞാൻ ഉദ്ദേശിക്കണത് എൻ്റെ മുഖത്ത് എനിക്ക് വരച്ചാൽ കിട്ടാറില്ല. ഇടയ്ക്ക് ഇവിടെ കൂടിപ്പോവും, ഇവിടെ കുറഞ്ഞു പോവും, അങ്ങനെയൊക്കെ ആവും. അപ്പം വരക്കുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഒരു ഇതുപോലെ ഐലൈനർ സെറ്റാക്കാൻ പോണെയാണ്. പിന്നെ ഞാൻ ഇപ്പുറത്തും വരച്ചിട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഐലൈനർ സെറ്റാക്കിയിട്ടുണ്ട്. കണ്ട ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഐലൈനർ സെറ്റാക്കിയിരിക്കുന്നത്. ഇങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ വരച്ചൊന്നും ഇങ്ങനെയൊക്കെയായി. പക്ഷെ ഒരു എത്നിക് ലുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്.
നമുക്കത് മതി. നെക്സ്റ്റ് വന്നിട്ട് മസ്കാരയാണ് കേട്ടോ. ഇത് കൊളോസലിൻ്റെ മസ്കാരയില്ലേ, എല്ലാവർക്കും ഏതായിരിക്കും ആ സാധനമാണ്. അത് ഇട്ടെടുക്കുക. അപ്പം എന്തിനാണ് ഇങ്ങനെ ഇത് പിടിക്കുമ്പോഴത്തേക്കും ഇതിടുമ്പോഴത്തേക്കും മുഖമൊക്കെ ഇങ്ങനെ പിടിക്കണേ അല്ലേ? നമുക്കിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുമല്ലോ. പറ്റുമെന്ന് തോന്നല്ലേ? ഇങ്ങനെ കാക്കാലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ മസ്കാരയും കഴിഞ്ഞു. അപ്പം ഞാനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മേക്കപ്പാണ് ഞാൻ ഉദ്ദേശിക്കണം. ഇനിയിപ്പോൾ ഈ മസ്കാര നമുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ മസ്കാര ഇടണ്ട, ജസ്റ്റ് ഐലൈനർ വെച്ചിട്ട് തന്നെ ചെയ്താലും മതി. എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഐലൈനർ വെച്ച് തന്നെ ഇട്ടാൽ മതി, ഈ ഒരു എഫക്റ്റൊക്കെ തന്നെ അതിനും കിട്ടും. ഓക്കെ, ഫൗണ്ടേഷൻ വന്നിട്ടൊരു 232 അത്രയൊക്കെ ഉള്ളൂ. അത് കുറേ നാളായി വാങ്ങിയിട്ട് അങ്ങനെ എല്ലാ ദിവസവും ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല, ഇങ്ങനെ കല്യാണമൊക്കെ വരുമ്പോൾ മാത്രമേ ഇടും. അപ്പോൾ കാരണം പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് ആയിട്ട് ബ്ലഷ് ചെയ്യും. എനിക്ക് ബ്ലഷ് പ്രൊഡക്റ്റ് ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഈ ഒരു മെബലൈൻ്റെ ബർഗണ്ടി ഷെയ്ഡിൻ്റെ ഒരു ഇതുണ്ട് ലിപ്സ്റ്റിക്ക്, അത് വെച്ചിട്ട് തന്നെ ഞാൻ ഇടലാണ് സാധാരണ ചെയ്യാറ്. അപ്പം ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പിടിച്ചൊന്ന് ചിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഭയങ്കര പിഗ്മെൻറ്റേഷനാണ് കേട്ടോ. ഈ ഉള്ളൊരു ലിപ്സ്റ്റിക്കാണിത്. കുറച്ചിട്ടാൽ തന്നെ ഭയങ്കര ഇതായിരിക്കും. ഇപ്പം തന്നെ കണ്ടോട്ടാ, എന്നാലും പിച്ചിക്കീറിയ പോലെയൊക്കെ ഇരിക്കും. അമ്മ ഇങ്ങനെ എപ്പോഴും ബ്ലഷ് ഇട്ടിട്ട് മേളിലേക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, എൻ്റെ സിസ്റ്റർ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവളെ കയ്യിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണേണ്, നിങ്ങൾ കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി മേക്കപ്പിൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ഹാക്സ് ഒക്കെ ആയിട്ട് വരാം. അതും അവളെ കയ്യിൽ നിന്ന് അടിച്ച് മാറ്റിയിട്ട്. പിന്നെ എൻ്റെ ക്ലെൻസിങ്ങിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തന്നെ ഒരു മെത്തേഡ് ഉണ്ട് ഞാൻ ക്ലെൻസ് ചെയ്യണേണ്ട. ഹോം മെയ്ഡെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയ ക്ലെൻസിങ്ങിന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ വേണം എന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പോൾ നല്ല വെട്ടം വന്നിട്ടുണ്ട്. സോ ബ്ലഷിങ്ങും ഞാൻ തീർത്തിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്തത് നമ്മുടെ മോസ്റ്റ് ഫേവറേറ്റ് സാധനം ലിപ്സ്റ്റിക്ക്. ഇത് നിങ്ങൾ നോക്കി വെച്ചോട്ടെ, നൈക്കൻ്റെ ബോൺ ഷെയ്ഡ് നിങ്ങൾ നോക്കി വെച്ചോട്ടെ. നല്ലൊരു ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതേ മിനി ലിപ്സ്റ്റിക്കാണ്, ഇത്രയേ ഉള്ളൂ സാധനം. പക്ഷേ എൻ്റെ ലിപ്സ്റ്റിക് അങ്ങനെ പെട്ടെന്ന് തീരാറൊന്നുമില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. സോ ഇത് നല്ല സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാ സ്കിൻ ടോണും ചേരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ചേർന്ന് എൻ്റെ സ്കിൻ ടോണുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ്. ഇത് നിങ്ങൾ വാങ്ങിച്ചു. ഇതും അഫോർഡബിളാണ്, 230 ഒക്കെ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ പ്രൊഡക്ട്സിൻ്റെയൊക്കെ. പക്ഷെ ഇത് അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എനിക്ക് ഈ മാറ്റ് ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ താഴെ ലിപ് ബാം ഇടാൻ എനിക്കിഷ്ടമല്ല. അപ്പോൾ ആ ഒരു ഫീൽ തന്നെ പോവും, ഇതിൻ്റെ ഷെയ്ഡ് തന്നെ മാറിപ്പോവും. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ഇടലാണ് പതിവ്. അപ്പം ഇപ്പോഴും എന്നത് തന്നെ ചെയ്യാൻ വേണ്ടി. ഓക്കെ, എൻ്റെ ഈ കറുത്ത പാടൊക്കെ മറയുമോ നോക്കാം നമുക്ക്. ഇതൊന്ന് ഇറക്കണം. കറക്റ്റ് കല്യാണത്തിൻ്റെ സമയത്തിനാണ് നന്നായിട്ട് സൂക്ഷിച്ച് വേർക്കണ്ടല്ലേ. ഇപ്പം നല്ല വെയിൽ വന്നു വിടാം. അപ്പം ലിപ്സ്റ്റിക്കും ഇട്ട് തീർത്തിട്ടുണ്ട്. നല്ല വെയിൽ വന്നു. ലിപ്സ്റ്റിക്കും ഇട്ട് തീർത്തിട്ടുണ്ട്. പിന്നെ ഫൈനൽ ലുക്ക് വേണ്ട, ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് 2-3 ഐറ്റംസ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസ് വെച്ചിട്ട് ഞാൻ ചെയ്തിരിക്കണം. എന്നിട്ടും നല്ല ഗ്രാൻഡ് ലുക്കിൽ. അപ്പം ഇതല്ലേ നമുക്ക് വേണ്ടത്. അപ്പം എൻ്റെ ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് വാച്ച് ഇടണേക്കാട്ടി മുമ്പ് ഞാൻ ഈ വാസ്ലിൻ്റെ ഈ ബോഡി ലോഷനൊക്കെ പുരട്ടി കൊടുക്കാറുണ്ട്.
ബോഡി ലോഷനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വാച്ചിടാം. വാച്ചും കൂടി ഇട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അയ്യോ മുടി കിട്ടിയില്ല. അപ്പം മുടിയും കൂടി കിട്ടിയിട്ട് ഞാൻ വരാം. വാച്ചിട്ട് കിട്ടിയാൽ മതി. അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഓക്കെ, ബൈ.